Social Science Standard 6 Unit 8 Medieval World. Historical period can be divided into three. First one ancient period, second medieval period, third modern period. Medieval period between AD 5th century and 15th century. 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് മിഡീവൽ പീരീഡായിട്ട് വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ കണക്കാക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത് 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് മിഡീവൽ പീരീഡിലെ യൂറോപ്പ്, മിഡീവൽ പീരീഡിലെ ചൈന, മിഡീവൽ പീരീഡിലെ അറബ്. അതിലാദ്യമായിട്ട് മിഡീവൽ പീരീഡിലെ യൂറോപ്പിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതിൽ സൊസൈറ്റി എങ്ങനെയുള്ളതായിരുന്നു? കിങ്, ലോർഡ്സ്, ലെസർ ലോർഡ്സ്, ഫാമേഴ്സ് എന്നിങ്ങനെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മിഡീവൽ യൂറോപ്പിൽ രൂപപ്പെട്ട ഒരു സോഷ്യൽ സിസ്റ്റത്തെയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂഡലിസം എന്നുള്ള ചിന്താഗതിയാണ് ആദ്യമായിട്ട് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. അതിലെ ആദ്യത്തെ തട്ടിലുള്ളത് കിങ് ആണ്. ദ കിങ് എൻജോയ്ഡ് ദ ഹയസ്റ്റ് സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം രാജാവിനായിരുന്നു. ഹി വാസ് എ സോൾ ഓണർ ഓഫ് ദ എൻറ്റയർ ലാൻഡ്. രാജ്യത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ രാജാവായിരുന്നു. രണ്ടാമത്തെ തട്ട് എന്ന് പറയുന്നത് വിഭജനം എന്ന് പറയുന്നത് ലോർഡ്സ് എന്ന് വെച്ചാൽ പ്രഭുക്കന്മാരാണ്. ദേ ഗോട്ട് ലാൻഡ് ഫ്രം ദ കിങ്. രാജാവ് ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകുകയാണ്. ഇൻ റിട്ടേൺ ദേ ഓഫേർഡ് മിലിറ്ററി സർവീസ് ടു ദ കിങ്. അതിന് പകരമായിട്ട് സൈനിക സേവനം പ്രഭുക്കന്മാർ രാജാവിന് നൽകുന്നു. ദേ ഗേവ് എ പാർട്ട് ഓഫ് ദെയർ ലാൻഡ് ടു ദ ലെസർ ലോർഡ്. രാജാവ് നൽകിയ ഭൂമിയിലൊരു ഭാഗം ലെസർ ലോർഡ്സ് ഇടപ്രഭുക്കന്മാർക്ക് പ്രഭുക്കന്മാർ നൽകുന്നു. ദേ ലിവ്ഡ് ഇൻ മാനേഴ്സ് വാസ്റ്റ് ഏരിയ ഓഫ് ലാൻഡ്. മാത്രമല്ല പ്രഭുക്കന്മാർ താമസിക്കുന്നത് രാജാവ് കൊടുത്ത ആ വിസ്താരമായ ആ ഭൂപ്രദേശത്താണ്. അതിനറിയപ്പെടുന്നത് മാനറുകൾ എന്നാണ്. മൂന്നാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ലെസർ ലോർഡ്സ് ആണ്. ലെസർ ലോർഡ്സ് എന്ന് വെച്ചാൽ ഇടപ്രഭുക്കന്മാർ. ദ ഗോട്ട് ലാൻഡ് ഫ്രം ദ ലോർഡ്സ്. പ്രഭുക്കന്മാരിൽ നിന്നാണ് ഭൂമി ഇടപ്രഭുക്കന്മാർക്ക് ലഭിക്കുന്നത്. ദ സെർവ് ദ ലോർഡ്സ്. അവർ ഇടപ്രഭുക്കന്മാർ പ്രഭുക്കന്മാരെ സേവിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾ നോക്കി നടത്തുന്നു. നാലാമത് ഫാമേഴ്സാണ്. ദേ സ്റ്റുഡ് അറ്റ് ദ ലോവസ്റ്റ് സ്ട്രാറ്റം ഓഫ് ദ സൊസൈറ്റി. ഫ്യൂഡൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവർ കർഷകരായിരുന്നു. ദേ വർക്ക്ഡ് ഹാർഡ് ആസ് സ്ലേവ്സ്. അവർ അടിമകളെപ്പോലെ കഠിനാധ്വാനം ചെയ്യേണ്ടിയിരുന്നു. ഫ്യൂഡലിസം, മാനർ എന്നുള്ള രണ്ട് പദങ്ങൾ നാം പ്രത്യേകമായിട്ട് ഇവിടെ പഠിക്കേണ്ടതാണ്. ദ സോഷ്യൽ സിസ്റ്റം ഇൻ മിഡീവൽ യൂറോപ്പ് ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ലാൻഡ് ഓണർഷിപ്പ് ഈസ് കോൾഡ് ഫ്യൂഡലിസം. മധ്യകാല യൂറോപ്പിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി രൂപപ്പെട്ട സോഷ്യൽ സിസ്റ്റത്തെ സാമൂഹ്യ വ്യവസ്ഥയെയാണ് ഫ്യൂഡലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാനറുകൾ എന്നാൽ എന്താണ്? ദ വാസ്റ്റ് ഏരിയാസ് ഓഫ് ലാൻഡ് ഹെൽഡ് ബൈ ദ ലോർഡ്സ് വെർ നോൺ ആസ് മാനർ. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളെയാണ് മാനറുകൾ എന്ന് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ദ ഫീൽഡ്സ്, കൃഷിഭൂമി കൂടാതെ, ഈച്ച് മാനർ കൺസിസ്റ്റഡ് ഓഫ് മെഡോസ്. ഓരോ മാനറിലും കൃഷിഭൂമിക്ക് പുറമെ മേച്ചിൽ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മാനർ ഹൗസ്, ദ റെസിഡൻസ് ഓഫ് ദ ലോർഡ്, പ്രഭുവിൻ്റെ വലിയ വീട്, ദെൻ മില്ലുകൾ, ദെൻ ഹട്ട്സ് ഓഫ് ഫാമേഴ്സ്, കർഷകരുടെ കുടിലുകൾ, ആൻഡ് എ പ്ലേസ് ഓഫ് വർഷിപ്പ്, പ്രാർത്ഥനാലയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സൊസൈറ്റിയെക്കുറിച്ച് അത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. രണ്ടാമതായിട്ട് മിഡീവൽ പീരീഡിലെ യൂറോപ്പിലെ സിറ്റീസിനെ കുറിച്ചാണ്. സിറ്റി വളരാനുള്ള കാരണം ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. രണ്ടാമത്തേത് ട്രേഡ്. ദ പ്രൊഡക്ട്സ് ഓഫ് ദ മാനർ വെർ കൺസ്യൂംഡ് റൈറ്റ് ദെയർ. മാനറിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം അവിടെ തന്നെ വിറ്റഴിക്കപ്പെടുമായിരുന്നു. എവിടെയാണ് സെൻറ്ററുകൾ വളർന്നത് എന്നുള്ളതാണ് അതിൽ മൂന്നാമതായിട്ട് ചിന്തിക്കാനുള്ളത്. ഇൻ സെൻറ്റേഴ്സ് ഓഫ് ട്രേഡ്, ഇൻ ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ്, പോർട്സ്. ഇൻ സെൻറ്റേഴ്സ് ഓഫ് ട്രേഡ്, കച്ചവടം നടന്നിരുന്ന കേന്ദ്രങ്ങളിലും, ഇൻ ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ്, വ്യവസായ കേന്ദ്രങ്ങളിലും, പോർട്സ്, തുറമുഖങ്ങളിലുമായിരുന്നു പട്ടണങ്ങൾ, നഗരങ്ങൾ വളർന്നു വന്നത്. എന്നാണ് ഈ നഗരങ്ങളൊക്കെ ഉടലെടുത്തത്? ഇൻ ദ 11th century CE, കോമൺ ഇറ, അതായത് AD 11-ാം നൂറ്റാണ്ടിലാണ് ഇതുപോലെയുള്ള നഗരങ്ങൾ വളർന്നു വന്നത്. ഫ്രം വേർ വാസ്
ഫ്രം വേർ ദ ഗുഡ്സ് ഇമ്പോർട്ടഡ്, എവിടെ നിന്നാണ് സാധനങ്ങൾ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ട്രേഡ് നടത്താനായിട്ടൊക്കെ ഇറക്കുമതി ചെയ്തത്, ഇമ്പോർട്ട് ചെയ്തത്? ഇന്ത്യ ആൻഡ് ചൈന, ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമായിരുന്നു ഇറക്കുമതി ചെയ്തത്. വാട്ട് വേർ ദ ഗുഡ്സ്, ഏതൊക്കെയായിരുന്നു ആ സാധനങ്ങൾ? സ്പൈസസ്, ജെംസ് ആൻഡ് ക്ലോത്ത്സ്, സുഗന്ധവ്യഞ്ജനങ്ങളും രത്നങ്ങളും വസ്ത്രങ്ങളും. ഫീച്ചേഴ്സ്, എന്തൊക്കെയായിരുന്നു ഈ സിറ്റീസിൻ്റെ പ്രത്യേകത? മോസ്റ്റ് ഓഫ് ദ സിറ്റീസ് ഹാഡ് ദയർ ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഓരോ നഗരത്തിനും സ്വന്തമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ടോൾ ബൗണ്ടറി വാൾസ് വെർ ബിൽഡ് ടു പ്രൊട്ടക്ട് ദീസ് സിറ്റീസ്, ഓരോ നഗരവും വലിയ ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ദീസ് സിറ്റീസ് വെർ നോട്ട് അറ്റ് ഓൾ ഹൈജീനിക് ആൻഡ് വെർ അണ്ടർ ദ ത്രെറ്റ് ഓഫ് എപ്പിഡമിക്സ് ലൈക്ക് ദ പ്ലാഗ്, ശുചീകരണ കാര്യത്തിൽ വളരെ പിന്നോക്കമായിരുന്നതിനാൽ ഇത്തരം നഗരങ്ങളിൽ പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികളുടെ ഭീഷണിയിലായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈ സിറ്റിയുടെ പേരുകളാണ്. ഇറ്റലിയിലെ മിലാൻ, വെനീസ്, ഫ്ലോറൻസ്, ജിനോവ, ടർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ, ജർമ്മനിയിലെ ന്യൂറംബർഗ്. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ട് വളർന്നു വന്നത്. അടുത്തതായിട്ട് യൂറോപ്പിലെ ഗിൽഡ്സുകളെ കുറിച്ചാണ്. എന്താണ് ഗിൽഡ്സ്? ഗിൽഡ്സ് വേർ ദ അസോസിയേഷൻസ് മെയ്ഡ് ബൈ ദ ട്രേഡേഴ്സ് ഇൻ ദ മെഡീവൽ യൂറോപ്പ്. മധ്യകാല യൂറോപ്പിലെ കച്ചവട സംഘത്തെയാണ് ഗിൽഡ്സ് എന്നറിയപ്പെടുന്നത്. അതിൻ്റെ പ്രാധാന്യം: ദ ന്യൂലി ഡെവലപ്ഡ് യൂറോപ്യൻ സിറ്റീസ് വേർ ദ സെൻറ്റേഴ്സ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ട്രേഡ്. പുതുതായിട്ട് യൂറോപ്പിൽ വളർന്നു വന്ന നഗരങ്ങളെല്ലാം തന്നെ കരകൗശല വ്യവസായത്തിൻ്റെ, കച്ചവടത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു. അവിടുത്തെ പ്രത്യേകത: ഫിക്സഡ് ദ പ്രൈസ് ഓഫ് പ്രൊഡക്ട്സ്, ഉൽപ്പന്നങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു തുക അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിക്സഡ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്ട്സ്, ഗുണനിലവാരം ഉറപ്പുവരുത്തിയിരുന്നു. ഫിക്സഡ് ദ വർക്കിംഗ് അവേഴ്സ് ഓഫ് ദ ലേബേഴ്സ്, തൊഴിലാളികളുടെ ജോലി സമയം നിശ്ചയിച്ചിരുന്നു. ഇതെല്ലാം നിശ്ചയിച്ചിരുന്നത് ഈ ഗിൽഡുകളായിരുന്നു, അതായത് കച്ചവട സംഘങ്ങളുടെ കൂട്ടായ്മ. ടൈപ്സ്, ആരൊക്കെയാണ് അവിടെ മെമ്പേഴ്സായിട്ടുണ്ടായിരുന്നത്? ട്രേഡേഴ്സ്, ബ്ലാക്ക് സ്മിത്ത്, ഗോൾഡ് സ്മിത്ത്, ലെതർ വർക്കേഴ്സ് ഓൾസോ ഫോംഡ് ഗിൽഡ്സ്. ബ്ലാക്ക് സ്മിത്ത് ഇരുമ്പ് പണിക്കാർ, ഗോൾഡ് സ്മിത്ത് സ്വർണ്ണപ്പണിക്കാർ, ലെതർ വർക്കേഴ്സ് തുകൽ പണിക്കാരൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അടുത്തതായിട്ട് യൂറോപ്പിലെ ആർക്കിടെക്ചർ ആൻഡ് നോളജിനെ കുറിച്ചാണ്. കലയും അതുപോലെ തന്നെ വിജ്ഞാനവും. മിഡീവൽ പീരീഡിൽ യൂറോപ്പിലെ കലയും വിജ്ഞാനത്തെയും കുറിച്ചാണ് അടുത്തതായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട്, ഇതിനുള്ള ഒരു പശ്ചാത്തലമുണ്ട്. കലയും നോളേജും അല്ലെങ്കിൽ വിജ്ഞാനവും അത് വികസിച്ചു വരുവാനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വെൻ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഡെവലപ്പ് ദ സിറ്റീസ് ബിക്കെയിം റിച്ച്. കച്ചവടവും വ്യവസായവും പുരോഗതി പ്രാപിച്ചപ്പോൾ നഗരങ്ങൾ സമ്പന്നമായി. റിച്ച് ട്രേഡേഴ്സ് ഹെൽപ്പ് ദ പ്രോഗ്രസ് ഓഫ് നോളജ് ആൻഡ് ആർട്ട്. വിജ്ഞാനത്തെയും കലയെയും ഈ ധനികരായ വ്യാപാരികൾ, കച്ചവടക്കാർ പ്രോത്സാഹിപ്പിച്ചു. ദേ എൻകറേജ് ദ ആർക്കിടെക്ചർ, പെയിൻറ്റിങ് ആൻഡ് ഐഡൽ മേക്കിംഗ്. വാസ്തുവിദ്യ പ്രകാരമുള്ള ആ ചിത്രകലയെയും അതുപോലെ വിഗ്രഹ നിർമ്മാണങ്ങളെയും അവർ പ്രോത്സാഹിപ്പിച്ചു. ഫ്ലോറൻസ് സിറ്റി ഇൻ ഇറ്റലി വാസ് എ സെൻറ്റർ ഓഫ് ആർട്ട്. കലയുടെ ഒരു കേന്ദ്രമായിരുന്നു ഫ്ലോറൻസ് എന്ന് പറയുന്ന നഗരം. ദ പ്രോഗ്രസ് ഇൻ ആർട്ട് ആൻഡ് നോളജ് ഇൻ മിഡീവൽ യൂറോപ്പ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ മോഡേൺ യൂറോപ്പ്. ഇങ്ങനെ കലയിലും വിജ്ഞാനത്തിലും വന്ന ഉയർച്ച അല്ലെങ്കിൽ ആ പ്രോഗ്രസ്, അഭിവൃദ്ധി മധ്യകാല യൂറോപ്പിനെ ആധുനിക യൂറോപ്പായി പുരോഗതി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇടയായിട്ട് തീർന്നു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അതിലെ ആർക്കിടെക്ചറിനെ കുറിച്ചാണ്. ആർക്കിടെക്ചറിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ വാസ്തുവിദ്യയിൽ, യൂറോപ്പിലെ വാസ്തുവിദ്യയിൽ പഠിക്കാനായിട്ടുള്ളത് അതിൽ സ്റ്റൈൽ, റോമൻസ്ക്യൂ സ്റ്റൈലും ഗോതിക് സ്റ്റൈലുമാണ്. റോമൻസ്ക്യൂ സ്റ്റൈലിൽ മേജർ ഫീച്ചർ ഓഫ് ദി സ്റ്റൈൽ എന്ന് പറയുന്നത് ആർച്ചസ്, കമാനങ്ങളുണ്ട്, ആൻഡ് സ്പേഷ്യസ് ഇൻറ്റീരിയേഴ്സ്, വിശാലമായ മുറികളുണ്ട്, ടോൾ പില്ലേഴ്സ്, വലിയ ഉയർന്ന തൂണുകളുണ്ട്. ഗോതിക് സ്റ്റൈലാണ് രണ്ടാമത്തേത്. മേജർ ഫീച്ചർ ഓഫ് ദി സ്റ്റൈൽ എന്ന് പറയുന്നത് 12-ാം നൂറ്റാണ്ടിലാണ് ഇത് വന്നത്. പോയിൻ്റഡ് ടവേഴ്സാണ്. പോയിൻ്റഡ് ടവേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂർത്ത ഗോപുരങ്ങളുള്ളത് ഈ ശൈലിയുടെ പ്രത്യേകതയാണ്. അടുത്തതായിട്ട് യൂറോപ്പിലെ നോളജിനെ കുറിച്ചാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്നത്. നോളജ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്, നോളജ് അറിവിൻ്റെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ചർച്ചസ് ആൻഡ് മൊണാസ്ട്രീസ് ആയിരുന്നു. അതുപോലെ തന്നെ ലൈബ്രറീസ്, ഈ മൊണാസ്ട്രീസിൽ അല്ലെങ്കിൽ മഠങ്ങളിൽ ധാരാളം ഗ്രന്ഥശാലകൾ തന്നെ ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ അതിൻ്റെ ഫലമായിട്ട് വളർന്നു വന്ന ചില സർവകലാശാലകൾ, യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചാണ് തുടർന്ന് പഠിക്കുന്നത്. പാവിയ, പാദുവ ഇറ്റലിയിലും, അതുപോലെ തന്നെ പാർമ, കോർദോവ എന്നിവ സ്പെയിനിലും, അതുപോലെ പാരീസ്, ടുലോസ് ഫ്രാൻസിലും, ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് ഇംഗ്ലണ്ടിലും വളർന്നു വന്ന യൂണിവേഴ്സിറ്റീസാണ്. അടുത്തതായിട്ട് മിഡീവൽ പീരീഡിലെ ചൈനയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ചൈനയിലെ ടെക്നോളജി, രണ്ട് ആർക്കിടെക്ചറാണ്, വാസ്തുവിദ്യയാണ്. ടെക്നോളജിയെക്കുറിച്ച് ആദ്യം നോക്കാം. ഒന്നാമത് പ്രിൻറ്റിംഗ് ആണ്. ഹെൽപ്ഡ് ഇൻ സ്പ്രെഡിങ് നോളേജ്, അറിവിൻ്റെ വ്യാപനത്തിന് അത് സഹായിച്ചു. പ്രിൻറ്റിംഗ് ടെക്നോളജി കണ്ടുപിടിച്ചത് അറിവിൻ്റെ വ്യാപനത്തിന് സഹായിച്ചു. ഹെൽപ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ലോ കോസ്റ്റ് ബുക്സ്, വളരെ നിസ്സാരമായ തുച്ഛമായ വിലയിൽ പുസ്തകങ്ങൾ അച്ചടിക്കുന്നതിന് തയ്യാറാക്കുന്നതിന് അത് സഹായിച്ചു. ഈവൻ ദ കോമൺ പീപ്പിൾ വെർ ഏബിൾ ടു ഗെറ്റ് നോളജ്, അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യർക്കും വിജ്ഞാനം കൈമാറാനായിട്ട് ഇത് കാരണമായിട്ട് തീർന്നു. ഹെൽപ്പ് ടു റെക്കോർഡ് ഡാറ്റ ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻസ്, മാത്രമല്ല വരും തലമുറയ്ക്ക് വേണ്ടി വിജ്ഞാനങ്ങൾ റെക്കോർഡ് ചെയ്ത് രേഖപ്പെടുത്തി വയ്ക്കാനായിട്ട് പ്രിൻറ്റിംഗ് ടെക്നോളജി സഹായിച്ചു. രണ്ടാമത്തെ ചൈനക്കാരുടെ ടെക്നോളജിയിൽ പഠിക്കാനായിട്ടുള്ളത് ഗൺ പൗഡറാണ്. ഹെൽപ്ഡ് ഇൻ ദ ഡിഫെൻസ് ഓഫ് ദ കൺട്രി, രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് അത് സഹായിച്ചു. ഹെൽപ്ഡ് ഇൻ ഗെറ്റിംഗ് വിക്ടറീസ് ഇൻ ദ വാർ, യുദ്ധങ്ങളിൽ വിജയത്തിന് ഗൺ പൗഡർ, വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തം ടെക്നോളജി സഹായിച്ചു. മൂന്നാമതായിട്ട് ടെക്നോളജിയിൽ പഠിക്കാനുള്ളത് മറൈനേഴ്സ് കോമ്പസ് ആണ്, വടക്ക് നോക്കിയ യന്ത്രം. ഹെൽപ്ഡ് ഇൻ മേക്കിംഗ് വോയേജസ് ഈസി, കപ്പൽ യാത്ര അല്ലെങ്കിൽ കടൽ യാത്ര എളുപ്പമാക്കി തീർത്തു. മാത്രമല്ല ഹെൽപ്ഡ് ഇൻ ഐഡൻറ്റിഫൈയിങ് ദ ഡിറക്ഷൻ, ദിശ മനസ്സിലാക്കാനായിട്ട് അത് സഹായിച്ചു. അടുത്തതായിട്ട് മിഡീവൽ പീരീഡിലെ ചൈനയിലെ ആർക്കിടെക്ചറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പഗോഡാസ് മാത്രമാണ് നമുക്കതിൽ പ്രധാനമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് ആയിരുന്നു പഗോഡാസ് എന്ന് പറയുന്നത്. ലൈക്ക് പഗോഡാസ് വെർ ബിൽഡ് അക്കോർഡിംഗ് ടു ന്യൂ ആർക്കിടെക്ചർ മെത്തേഡ്, പഗോഡകളുടെ നിർമ്മിതി പുതിയ ഒരു വാസ്തുവിദ്യയുടെ രീതിയായിരുന്നു. ഒടുവിലായിട്ട് മിഡീവൽ പീരീഡിലെ അറബിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അറബിനെ കുറിച്ച് പഠിക്കാനുള്ളത് സയൻസും ലിറ്ററേച്ചറും മാത്രമാണ്, ശാസ്ത്രവും സാഹിത്യവും. മിഡീവൽ പീരീഡിലെ അറബ്സിലെ മെഡിക്കൽ സയൻസാണ് പ്രധാനമായിട്ട് നമുക്ക് അവരുടെ കോൺട്രിബ്യൂഷനായിട്ട് പഠിക്കാനുള്ളത്. അതിലെ സ്കോളേഴ്സ് അൽ റാസി അതുപോലെ ഇബിൻ സിന ആയിരുന്നു. അവരുടെ പുസ്തകങ്ങളെക്കുറിച്ചാണ് തുടർന്ന് പഠിക്കാനായിട്ടുള്ളത്. അൽ റാസി രചിച്ചത് കിതാബുൽ ഹവേ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമായിരുന്നു അൽ റാസി രചിച്ചത്. അത് മെഡിക്കൽ സയൻസിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. അതുപോലെ അടുത്ത ഒരു പുസ്തകം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അൽ ഖാനൂനാണ്. ഇസ് ദ വർക്ക് ഓഫ് ഇബിൻ സിന. ഇബിൻ സിനയുടെ തന്നെ ഒരു വർക്കാണ് അൽ ഖാസൂൻ എന്ന് പറയുന്ന ഒരു പുസ്തകം. അതുപോലെ തന്നെ ലിറ്ററേച്ചറിലാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് റുബായിയാത്ത് ഓഫ് ഒമർ ഖയ്യം രചിച്ച റുബായിയാത്ത് എന്ന പുസ്തകമാണ്. അതുപോലെ ഷഹനാമ റിട്ടൺ ബൈ ഫിർദൗസി രചിച്ച ഷഹനാമ എന്ന ഗ്രന്ഥം അക്കാലത്തെ പ്രധാന സാഹിത്യ സൃഷ്ടികളായിരുന്നു. ദ ഫേമസ് 1001 നൈറ്റ്സ്, അറേബ്യൻ നൈറ്റ്സ് ഈസ് അനദർ ലിറ്റററി കോൺട്രിബ്യൂഷൻ ഓഫ് ദ അറബ്സ്. മാത്രമല്ല 1001 രാവുകൾ അറബികളുടെ മറ്റൊരു സാഹിത്യ സംഭാവനയാണ്. അപ്പോൾ ഈ യൂണിറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. മിഡീവൽ പീരീഡിലെ യൂറോപ്പ്, മിഡീവൽ പീരീഡിലെ ചൈന, മിഡീവൽ പീരീഡിലെ അറബ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലെസൺ വളരെ എളുപ്പമുള്ളതായിട്ട് തീരും. ഓക്കെ.